ബാങ്കിൽ ഒരു എഫ് ഡി തുടങ്ങിയിട്ട് കാലാവധിക്ക് മുമ്പ് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പലിശയിൽ കുറവ് വരുന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ മുതൽ സേഫ് ആയിരിക്കണ്ടേ? എന്നാൽ അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിക്ഷേപിച്ച തുകയേക്കാൾ കുറവ് തുകയെ തിരിച്ചു കിട്ടുള്ളൂ. എന്താ അതിന് കാരണം? ഇതേപോലെ ബാങ്ക് എഫ് ഡിയുമായി ബന്ധപ്പെട്ട് പലർക്കും അറിയാത്ത 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിശുക്ക്. ബാങ്കിൽ എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാലാവധിക്ക് മുമ്പ് പിൻവലിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പ്രീമച്വർ ക്ലോസിംഗ് എന്ന് പറയും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട പലിശ മുഴുവൻ കിട്ടില്ല, പലിശയിൽ കുറവ് വരികയോ അല്ലെങ്കിൽ പലിശ കിട്ടാതിരിക്കുകയോ ചെയ്യുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നിക്ഷേപിച്ച തുകയേക്കാളും കുറവ് തുകയെ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു കിട്ടുള്ളൂ. എന്താണ് അതിന് കാരണം? ഒരു ഉദാഹരണം വെച്ച് നമുക്ക് നോക്കാം. നിങ്ങളൊരു 1,00,000 രൂപ ഒരു വർഷത്തേക്ക് ബാങ്കിൽ എഫ് ഡി ഇടുന്നു. നിങ്ങൾക്ക് കിട്ടുമായിരുന്ന പലിശ 6%. 1,00,000-ന് 6% പലിശ എന്ന് പറയുമ്പോൾ എല്ലാ മാസവും നിങ്ങൾക്ക് 500 രൂപ വെച്ച് പലിശ കിട്ടും. അങ്ങനെ ആദ്യത്തെ 3 മാസം നിങ്ങൾക്ക് 500 രൂപ വെച്ച് പലിശ കിട്ടി. ഈ 3 മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ എഫ് ഡി ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ നിങ്ങൾ ക്ലോസ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ബാങ്ക് ഈ ഒരു എഫ് ഡിയെ 3 മാസത്തെ എഫ് ഡി ആയിട്ട് പിന്നീട് പരിഗണിക്കുകയുള്ളൂ. അങ്ങനെ 3 മാസത്തെ എഫ് ഡിയുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ആ എഫ് ഡിക്ക് കൊടുക്കുന്നത് 4% പലിശയാണ്. 1,00,000-ന് 4% പലിശ 3 മാസത്തേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ശരിക്കും തരേണ്ടിയിരുന്നത് 1000 രൂപയാണ്. പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി 1500 രൂപ ബാങ്ക് തന്നു, അതായത് 500 രൂപ കൂടുതൽ തന്നു. അപ്പോൾ ഈ അധികമായിട്ട് തന്ന ഈ 500 രൂപ ബാങ്കിന് എങ്ങനെ തിരിച്ചു കിട്ടും? അത് നിങ്ങളുടെ മുതലിൽ നിന്നാണ് ബാങ്ക് പിടിക്കുക. സോ നിങ്ങൾക്ക് 1,00,000 രൂപ തരുന്നതിന് പകരം ബാങ്ക് അതിൽ നിന്ന് 500 രൂപ പിടിച്ചിട്ട് ബാക്കി 99,500 രൂപയെ നിങ്ങൾക്ക് തിരിച്ചു തരുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ പ്രീമച്വറായിട്ട് ബാങ്ക് എഫ് ഡി ക്ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിക്ഷേപിച്ച തുക മുഴുവനും കിട്ടാത്തത്. അടുത്തത് ബാങ്ക് എഫ് ഡിയുടെ പലിശയാണ്. ബാങ്ക് എഫ് ഡിയുടെ പലിശയുടെ ഒരു പ്രത്യേകത, കുറഞ്ഞ കാലത്തേക്ക് നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ പലിശ കുറവായിരിക്കും, അതേപോലെ കൂടുതൽ കാലത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിലും പലിശ കുറവായിരിക്കും. ഇതിനിടയിലാണ് ഏറ്റവും കൂടുതൽ ബാങ്ക് എഫ് ഡിയിൽ നിന്ന് പലിശ കിട്ടുന്ന കാലാവധി വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് IDBI ബാങ്ക് നോക്കുകയാണെങ്കിൽ 2 വർഷത്തിനും 3 വർഷത്തിനും ഇടയിലുള്ള കാലാവധിയിലേക്ക് നിങ്ങൾ ബാങ്കിൽ എഫ് ഡി ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് 7% പലിശ കിട്ടും. പക്ഷേ 3 വർഷത്തിനേക്കാൾ കൂടുതൽ കാലാവധിയിലേക്ക് നിങ്ങൾ എഫ് ഡി ഇടുകയാണെങ്കിൽ പലിശ കുറയും, 6.5% ആവും. പിന്നെ അങ്ങോട്ട് പലിശ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതേപോലെ ഓരോ ബാങ്കിനും ഇങ്ങനെ ഒരു കാലയളവ് ഉണ്ടായിരിക്കും. അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പലിശ. ചില ബാങ്കുകളിൽ ചില സ്പെഷ്യൽ സ്കീമുകളുണ്ട്, അതായത് 444 ദിവസം അല്ലെങ്കിൽ 500 ദിവസം അങ്ങനെ ഇടുന്ന എഫ് ഡിക്ക് കൂടുതൽ പലിശ കിട്ടും. പിന്നെ എന്തുകൊണ്ടാണ് കാലയളവ് കൂടുമ്പോൾ ബാങ്ക് എഫ് ഡിയുടെ പലിശ കുറയുന്നത്? അതിന് കാരണം ബാങ്കിൽ നിക്ഷേപകർക്ക് പലിശ കൊടുക്കുന്നത് ബാങ്ക് ലോണിൽ നിന്ന് കിട്ടുന്ന പലിശ വെച്ചിട്ടാണ്. എഫ് ഡിക്ക് നിങ്ങൾ എഫ് ഡി ഇടുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാലയളവിൽ മുഴുവൻ നിങ്ങൾക്ക് അതേ പലിശ നിരക്ക് തന്നെ തരണ്ടേ? പക്ഷേ ഈ ഒരു കാലയളവിൽ ഒരു 10 കൊല്ലത്തേക്കൊക്കെ എഫ് ഡി ഇടുന്ന സമയത്ത് ഇതിനിടയിൽ റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ബാങ്കിൻ്റെ ലോണിന് കൊടുക്കുന്ന പലിശയും കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ബാങ്കിന് കിട്ടുന്ന വരുമാനം കുറയും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു എഫ് ഡിക്ക് ഇത്രയും ഉയർന്ന പലിശ തരേണ്ടി വന്നു കഴിഞ്ഞാൽ ബാങ്കിന് നഷ്ടം സംഭവിക്കും. ഇത് ഒഴിവാക്കാനാണ് കൂടുതൽ കാലയളവിലേക്ക് ഇവർ പലിശ നിരക്ക് കുറച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബാങ്കിൽ എഫ് ഡി ഇടുന്ന സമയത്ത് ബാങ്കിലേക്ക് നേരിട്ട് ചെല്ലുകയാണെങ്കിൽ അവർ തന്നെ പറഞ്ഞു തരും ഏത് കാലയളവിലാണ് കൂടുതൽ എഫ് ഡിക്ക് പലിശ തരുന്നതെന്ന്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും നിങ്ങൾക്ക് ഈ ഇൻട്രസ്റ്റ് റേറ്റുകൾ കാണാം. അത് വെച്ചിട്ട് ഏത് കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പലിശ കിട്ടുന്നതെന്ന് നോക്കിയിട്ട് ആ ഒരു കാലാവധിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ബാങ്ക് എഫ് ഡിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പലിശ കിട്ടും. ഇനി അടുത്ത കാര്യം ബാങ്ക് എഫ് ഡിയുടെ സേഫ്റ്റിയാണ്. എല്ലാവരും പറയും ബാങ്കിൽ എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ കാശ് സേഫാണ്, ഒരു പ്രശ്നവുമില്ല, ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ബാങ്ക് എഫ് ഡി എന്ന്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ നിക്ഷേപിച്ച ബാങ്ക് പൊളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എഫ് ഡി തുക മുഴുവനും തിരിച്ച് കിട്ടില്ല. ഇതിനൊരു ഇൻഷുറൻസ് ഉണ്ട്, പക്ഷെ അത് പരമാവധി 5 ലക്ഷം രൂപയാണ്. സോ നിങ്ങൾ ബാങ്കിൽ ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, ഈ ബാങ്ക് പൊളിഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പരമാവധി 5 ലക്ഷം രൂപയെ തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 10 ലക്ഷം കൂടെ ഒറ്റ ബാങ്കിൽ ഇടരുത്. ഇത് 5 ലക്ഷത്തിൻ്റെ എഫ് ഡി ആയിട്ട് 2 ബാങ്കിൽ ഇടാം. 2 ബാങ്ക് എന്ന് പറഞ്ഞാൽ 2 ബ്രാഞ്ച് അല്ല, 2 സെപ്പറേറ്റ് ബാങ്ക്. അതായത് ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിൽ മറ്റേത് ആക്സിസ് ബാങ്കോ IDBI ബാങ്കോ അങ്ങനെ വേറെ തന്നെ ബാങ്കിൽ നിങ്ങൾ 5 ലക്ഷം വെച്ചിട്ട് ഓരോരോ ബാങ്കിലും എഫ് ഡി ഇടുകയാണെങ്കിൽ ഈ ബാങ്കുകളിൽ ഏതെങ്കിലും പൊളിഞ്ഞു കഴിഞ്ഞാൽ ഈ മുഴുവൻ 5 ലക്ഷവും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അടുത്തത് ബാങ്ക് എഫ് ഡിയുടെ പലിശയ്ക്കുള്ള ടാക്സ് ആണ്. ബാങ്ക് എഫ് ഡിയിൽ നിന്ന് കിട്ടുന്ന പലിശയ്ക്ക് TDS പിടിക്കുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഈ TDSൻ്റെ ലിമിറ്റ് 2025 ബഡ്ജറ്റിൽ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സീനിയർ സിറ്റിസന് ആ ലിമിറ്റ് 1 ലക്ഷമാണ്. അതായത് ബാങ്ക് എഫ് ഡിയിൽ നിന്ന് കിട്ടുന്ന പലിശ ഒരു സാമ്പത്തിക വർഷത്തിൽ 1 ലക്ഷം രൂപ വരെ ആണെങ്കിൽ അതിൽ നിന്ന് TDS പിടിക്കില്ല. 1 ലക്ഷത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ
10% TDS പിടിക്കും. സീനിയർ സിറ്റിസൺ അല്ലാത്തവർക്ക് ഈ ലിമിറ്റ് 50,000 രൂപയാണ്. അതായത് 50,000 രൂപ വരെയുള്ള പലിശയ്ക്ക് ടാക്സ് പിടിക്കില്ല. 50,000 രൂപയേക്കാൾ കൂടുതൽ ഒരു സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾക്ക് FDയിൽ നിന്നും പലിശ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്നും 10% TDS ആയിട്ട് പിടിക്കും. പക്ഷേ സത്യത്തിൽ ബാങ്കിൻ്റെ FDയിൽ നിന്ന് കിട്ടുന്ന പലിശ മുഴുവനും ടാക്സബിൾ ആണ്. അത് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരിക. ആ ഒരു ഇൻകം നിങ്ങളുടെ ആ വർഷത്തെ ഇൻകമിൻ്റെ കൂടെ കൂട്ടിയിട്ട് ആ മുഴുവൻ വരുമാനത്തിന് ഏത് സ്ലാബ് റേറ്റ് പ്രകാരമാണോ ടാക്സ് വരുന്നത് അത്രയും ടാക്സ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടി വരിക. പിന്നെ എന്തിനാണ് ഈ ബാങ്കിങ്ങിനെ TDS പിടിക്കുന്നത്? അതിന് കാരണം ഇന്ത്യയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. പക്ഷേ ബാങ്കിൽ FD ഇടുന്നവർ കൂടുതലാണ്. അപ്പോൾ ഗവൺമെൻറ് ബാങ്കുകളോട് പറഞ്ഞത് ഈ ലിമിറ്റിനേക്കാൾ കൂടുതൽ ആർക്കെങ്കിലും നിങ്ങൾ പലിശ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 10% TDS പിടിച്ച് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാൻ. കാരണം ആ ഒരു ടാക്സ് എങ്കിലും ഗവൺമെൻറ്റിന് കിട്ടുമല്ലോ. ഇനി നിങ്ങൾക്ക് ഈ 10% TDS പിടിച്ചു കഴിഞ്ഞാൽ ആ കാശ് പോയി എന്ന് പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ വരുമാനം 10% ടാക്സ് കൊടുക്കാനുള്ള അത്രയും ഉണ്ടെങ്കിലേ നിങ്ങളിൽ നിന്ന് 10% TDS പിടിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ വരുമാനം അതിനേക്കാൾ കുറവാണെങ്കിലോ ഈ പിടിച്ച TDS നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനായിട്ട് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അങ്ങനെ നിങ്ങൾ ഈ വർഷത്തെ വരുമാനം ഇത്രയാണ് എന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അധികമായി പിടിച്ചിട്ടുള്ള 10% TDS തിരിച്ച് ക്രെഡിറ്റ് ആവും. ഇനി ഈ ഒരു പൈസ പിടിക്കുന്നത് മുൻകൂട്ടി തടയാനായിട്ടും ചില ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ഫോം 15Gയും 15Hഉം. ഇതിൽ 15H എന്ന് പറയുന്നത് സീനിയർ സിറ്റിസനുള്ളതാണ്. 15G എന്നുള്ളത് 60 വയസ്സിന് താഴെയുള്ളവർക്കാണ്. അപ്പോൾ നിങ്ങൾ ബാങ്കിൽ FD ഇടുന്ന സമയത്ത് തന്നെ ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ഫോമിൽ നമ്മൾ പറയുന്നത് നമ്മളുടെ വരുമാനം ഇത്രയേ ഉള്ളൂ, ഈ ഒരു 10% TDS പിടിക്കാനുള്ള വരുമാനം ഇല്ല എന്നാണ് ആ ഫോം വഴി നമ്മൾ ബാങ്കിനോട് അറിയിക്കുന്നത്. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പലിശയിൽ നിന്ന് TDS പിടിക്കില്ല. FDയിൽ നിന്ന് ശരിക്കും കിട്ടേണ്ട പലിശ എത്രയാണോ ആ മുഴുവൻ തുകയും നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്ത കാര്യം, കാലാവധിക്ക് മുമ്പ് FDയിൽ കിടക്കുന്ന പണത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാതെ പണം കിട്ടാൻ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ലോൺ അഗെയിൻസ്റ്റ് FD. അതായത് നിങ്ങൾ FD ഇട്ടിരിക്കുന്ന തുകയുടെ 90% വരെ നിങ്ങൾക്ക് ലോണായിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അധിക പലിശ വരും. അത് 0.5% മുതൽ 2% വരെയാണ് വരിക. അതായത് നിങ്ങൾക്കിപ്പോൾ FDയിൽ നിന്ന് 7% പലിശ കിട്ടുന്നതെങ്കിൽ ഈ ലോൺ അഗെയിൻസ്റ്റ് FD എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചടക്കേണ്ടി വരിക 7.5% മുതൽ 9% വരെയുള്ള ഒരു പലിശയാണ്. ഈ ലോൺ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് FDയിൽ നിന്ന് കിട്ടുന്ന പലിശ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫലത്തിൽ ഈ ഒരു 0.5% അല്ലെങ്കിൽ 2% വരെയൊക്കെ നിങ്ങൾക്ക് മാക്സിമം ഈ ഒരു ലോണിന് പലിശയായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ FD പൊട്ടിക്കുമ്പോഴുള്ള പണം നഷ്ടവും ഉണ്ടാവുന്നില്ല, FDയിൽ നിന്ന് കൃത്യമായിട്ട് പലിശ കിട്ടുകയും ചെയ്യും. ഇനി ഇത് വേറെ രീതിയിൽ ഉപയോഗിക്കാം. അച്ഛനും അമ്മയും ഒരു FD തുടങ്ങിയിട്ടുണ്ട്, മകന് കുറച്ച് പണത്തിന് ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ ലോൺ അഗെയിൻസ്റ്റ് FD എടുത്ത് മകന് കൊടുക്കാം. ഈ സമയത്ത് അച്ഛനും അമ്മയ്ക്കും കിട്ടേണ്ട പലിശ കറക്റ്റായിട്ട് FDയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. മകൻ തിരിച്ചടയ്ക്കുമ്പോൾ അവനൊരു പേഴ്സണൽ ലോൺ എടുക്കുന്നതിനേക്കാളും കുറവ് പലിശയെ തിരിച്ചടക്കേണ്ടേ വരുള്ളൂ. ലോൺ അഗെയിൻസ്റ്റ് FDയെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, കണ്ടു നോക്കും. അതേപോലെ FD ഇട്ടിട്ട് അതിൻ്റെ കാലാവധിക്ക് മുമ്പ് പണം എടുക്കേണ്ടി വന്നാൽ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള 2 ഫെസിലിറ്റീസ് ഉണ്ട്. ഒന്ന് സ്വീപ്പ് ഇൻ ഫെസിലിറ്റിയാണ്, മറ്റേത് ഫ്ലെക്സിബിൾ FD ആണ്. ഇതിനെക്കുറിച്ചും ഞാൻ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതും കണ്ടു നോക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. അങ്ങനെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.